today we are going to discuss the summary of Act 2 Scene 4. Act 2 Scene 4നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി എലാബറേറ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. അതായത് ഇച്ചിരി കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം അതിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിയർ ഫൂള് കുറച്ച് നൈറ്റ്സൊക്കെ എന്താണ് നമ്മുടെ ക്ലസ്റ്ററിൻ്റെ ക്യാസ്റ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ലിയർ എവിടെ പോകുന്നുണ്ടോ ലിയറിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഫൂളും പോകാറുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഓരോ സീനിലും കാണാൻ കഴിയുന്നത്. ദെൻ അവിടെ വെച്ച് നമ്മളുടെ കെൻറ്റ ഓൾറെഡി സ്റ്റോക്സിലുണ്ടല്ലോ. അപ്പോൾ കെൻറ്റ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ലിയറിനെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൂട്ടത്തിൽ പറയുന്നുണ്ട് ഇയാൾ ഇവിടെ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ള ആ ഒരു ലിയറിൻ്റെ ചോദ്യത്തിന് എന്താണ് കെൻറ്റ് റിപ്ലൈ ചെയ്യുന്നത്. ഹി സേസ് ദാറ്റ് ഹി ഹാസ് ബീൻ പുട്ട് ദെയർ ബൈ റീഗൻ ആൻഡ് കോൺവാൾ. അതായത് റീഗനും കോൺവാളോട് ചേർന്നിട്ടാണ് അയാളെ സ്റ്റോക്സിൽ ഇട്ടേന്നുള്ള കാര്യം അയാൾ പറഞ്ഞു. ഫസ്റ്റ് ഇത് കേട്ടപ്പോഴത്തേക്കിന് നമ്മുടെ ലിയറിനത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇത്രത്തോളം ചെയ്യുമോ എന്നുള്ളൊരു കാര്യം അയാൾ വിചാരിച്ചു. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ റീസൺ എന്നുകൂടി നമ്മുടെ കെൻറ്റ് പറഞ്ഞു. അതായത് ഗോണറിൽ നിന്നുള്ള ലെറ്ററുമായിട്ട് നമ്മുടെ ഓസ്വാൾഡ്, അതായത് ഗോണറിൻ്റെ സ്റ്റുവേർട്ട് വന്ന സമയത്ത് ഓസ്വാൾഡുമായിട്ടുള്ള ഒരു ഫൈറ്റിന് ഇടയായത് മൂലം നമ്മുടെ റീഗനും കോൺവാളും, അതായത് ഗോണറിനെ കൂടുതൽ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ കെൻറ്റിനെ പണിഷ് ചെയ്താണെന്നുള്ള കാര്യം കെൻറ്റ് അവിടെ പറയുന്നുണ്ട്. ആക്ച്വലി ലിയറിന് ഒട്ടും തന്നെ വിശ്വസിക്കാൻ സാധിച്ചില്ല മക്കൾ ഇത്രത്തോളം ഇങ്ങനെ ചെയ്യുമോ, അതായത് മകളും മരുമകനും ഇത്രത്തോളം ചെയ്യുമോ എന്ന് അയാൾക്ക് ഒട്ടും വിശ്വസിക്കാൻ സാധിച്ചില്ല. സോ ഹി ഡിമാൻഡ് ടു സ്പീക്ക് വിത്ത് ദം, അതായത് അവരോട് സംസാരിക്കാനായിട്ട് അയാൾ ഡിമാൻഡ് ചെയ്തു. അതായത് എനിക്ക് അവരോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ദെൻ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീഗനും കോൺവാളിനെയും ക്ലസ്റ്റർ അറിയിച്ചത്. ആ സമയത്ത് എന്താണ് റീഗൻ ആൻഡ് കോൺവാൾ റിഫ്യൂസ് ടു സ്പീക്ക് വിത്ത് ലിയർ, അതായത് ലിയറുമായിട്ട് സംസാരിക്കാൻ അവർ താല്പര്യപ്പെട്ടിരുന്നില്ല. അതിനവർ കുറേ എക്സ്ക്യൂസസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്ക്യൂസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സിക്കാണ്, ട്രാവൽ ചെയ്ത് ഒത്തിരി ടയേർഡാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ കാര്യം ലിയർ അറിഞ്ഞ സമയത്ത് ലിയറിന് ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ട് ഫീൽ ചെയ്തു. കാരണം അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇത്രത്തോളം മക്കൾ ഇങ്ങനെ കാണിച്ചു കൂട്ടുമോ, അവരുടെ മനസ്സിൽ ഇത്രത്തോളം സിക്നസ് ബാധിച്ചിരിക്കുകയാണല്ലോ എന്നുള്ള കാര്യമെല്ലാം അയാൾ ഓർത്തു. അതായത് ഒരു മനുഷ്യർ ഇത്രത്തോളം സ്ട്രെയിഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യുമോ എന്ന് അയാൾ ചിന്തിച്ചു. ദെൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ റീഗനും കോൺവാളൂടെ അവിടെ വരികയുണ്ടായി. എന്നിട്ട് അപ്പോൾ നമ്മളുടെ റീഗനെ കോൺവാളിനെ കണ്ടപ്പോൾ തന്നെ റീഗനോട് നമ്മളുടെ കിങ് ലിയർ പറഞ്ഞു, അതായത് ഗോണറിൻ്റെ പെരുമാറ്റത്തെ പറ്റി. ദാറ്റ് ഈസ് ഷാർപ്പ് ടൂത്തഡ് അൺകൈൻഡ്നെസ് ആണ് ഗോണറിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്. അതായത് അവൾ അങ്ങനെയാണെന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതായത് അവളുടെ ക്രൂവൽറ്റി നേച്ചർ, പിന്നെ ഒരു അച്ഛനാണെന്നുള്ള ഒരു പരിഗണന ഒന്നും കൊടുക്കാത്ത അവളുടെ ആ ഒരു പെക്യുലിയർ നേച്ചറിനെ പറ്റി പറഞ്ഞു. ആ സമയത്ത് നമ്മളുടെ റീഗൻ എന്താണ് പറഞ്ഞത്, കിങ് ലിയർ തിരിച്ചു ഗോണറിൻ്റെ അടുക്കൽ പോകുക എന്നാണ് അവൾ പറഞ്ഞത്. എന്നിട്ട് ഈ മാസം അവസാനം ആകുമ്പോഴത്തേക്കിന് തിരിച്ച് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു. മാത്രമല്ല റീഗൻ ആ കൂട്ടത്തിൽ പറയുകയും ചെയ്തു, ഗോണറിൽ ആക്ച്വലി പറഞ്ഞേക്കുന്നത് അച്ഛനാണ് മെയിനായിട്ട് അവിടെ പ്രോബ്ലംസൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പ്രായമാവും തോറും ഒരു കാരണമില്ലാത്ത കാര്യത്തിനൊക്കെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ലിയർ എന്നാണ് ഗോണറിൽ റീഗനെ അറിയിച്ചു വച്ചിരിക്കുന്നത്. അപ്പം ഗോണറിനോട് ക്ഷമ പറഞ്ഞ് അങ്ങോട്ട് പോകാനാണ് നമ്മുടെ റീഗനും ലിയറിനോട് ആവശ്യപ്പെടുന്നത്. ലിയർ അത് റെഫ്യൂസ് ചെയ്തു. അങ്ങനെ നമുക്ക് ഈ സിറ്റുവേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ രണ്ട് സിസ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലിയറിനെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ഇത് മാത്രമല്ല, ആ ഒരു കാര്യത്തിൽ നിന്ന് ഇതാവാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലിയർ ചോദിക്കുന്നുണ്ട്, റീഗൻ എനിക്ക് ഷെൽട്ടർ തരാൻ പറ്റുമോ, അല്ലെ എനിക്ക് അഭയം തരാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ റീഗനും സമ്മതിക്കുന്നില്ല. അവർക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ പെരുമാറി. ആ സമയത്ത് നമ്മുടെ ഗോണറിൽ ക്ലസ്റ്ററിൻ്റെ ക്യാസ്റ്റിൽ എത്തിച്ചേർന്നു. ആ സമയത്ത് രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് പിന്നീടുള്ള പഴികളൊക്കെ പറയുന്നത്. അതായത് കിങ് ലിയർ പ്രായമായപ്പോഴത്തേക്കിന് ഭയങ്കര അനുസരണയില്ലാത്ത പെരുമാറ്റം, ചുമ്മാ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ദേഷ്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നു. ദെൻ പിന്നെ ഇവരൊരു കാര്യം ചെയ്തു. രണ്ട് പെൺമക്കളൂടെ ചേർന്നിട്ട് തീരുമാനിച്ച ഒരു കാര്യമാണ് അയാളുടെ ഫോളോവേഴ്സ്, അതായത് ഹിസ് ഫോളോവേഴ്സ് ആർ റെഡ്യൂസ്ഡ് ടു 50, 25 ആൻഡ് ദെൻ 2 ആണ്. അതായത് അയാളുടെ ഫോളോവേഴ്സിനെ
എന്താ 100 50 50 നിന്ന് 25 ദെൻ പിന്നെ ആരും വേണ്ട, ലിയറിന് എന്തിനാ പരിചാരകർ. ആ സമയത്ത് നമ്മുടെ ഗോണറിൽ പറയുന്നുണ്ട് ലിയറിന് വേണമെങ്കിൽ ഗോണറിൻ്റെ സെർവൻസിനെ യൂസ് ചെയ്യാം. മീൻസ് നമ്മൾക്കൊരു സെർവൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ മറ്റവർക്കും യൂസ് ചെയ്യാം, വേണേൽ ഇടയ്ക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേരെ എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ ഗോണറിൽ കിങ് ലിയറിൻ്റെ അടുക്കൽ പറഞ്ഞു. എന്നിട്ടും റീഗൻ്റെ അടുക്കൽ നമ്മുടെ ലിയർ ചോദിച്ചു, എനിക്ക് ഷെൽട്ടർ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം നമ്മുടെ റീഗനും റെഫ്യൂസ് ചെയ്തു. അവൾക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം തുറന്നു തന്നെ പറഞ്ഞു. എന്നിട്ട് ഇതിൽ ദേഷ്യം പൂണ്ട് നമ്മുടെ കിങ് ലിയർ ഇവരെ ശപിച്ചിട്ട്, അതായത് ഇത്രയും നാശം പിടിച്ച മക്കളായിരുന്നല്ലോ എനിക്ക് എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ് ശപിച്ചിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോയി, ധൃതിയിൽ പോയി. അപ്പം ഓൾറെഡി നമ്മുടെ കിങ് ലിയർ പോകുമ്പോൾ കിങ് ലിയറിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഫൂളും ഉണ്ട്. എവിടെ പോയാലും കിങ് ലിയർ ഇപ്പോൾ ഒരു മാഡ് സ്റ്റേറ്റിലേക്ക് പോയിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. കംപ്ലീറ്റ് അയാളുടെ പ്രതീക്ഷകളൊക്കെ മക്കൾ തകിടം മറിച്ച് കളഞ്ഞു. ആ സമയത്ത് നമ്മുടെ ഗ്ലസ്റ്റർ റീഗൻ്റെ അടുക്കലും ഗോണറിൻ്റെ അടുക്കലും ചെന്നിട്ട് പറഞ്ഞു, കിങ് ലിയറിന് വേറെ അഭയ കേന്ദ്രമൊന്നുമില്ല, അതായത് ഷെൽട്ടർ നിങ്ങൾ കൊടുക്കുക, അദ്ദേഹം ഈ കൊടുങ്കാറ്റത്തെ തരിശു ഭൂമിയിലൊക്കെ എങ്ങനെ ചെലവഴിക്കും എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ ആ വരും വരാഴിയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടും ഈ പെൺമക്കളുടെ മനസ്സിൽ ലേവലേശം ഒരു അനുകമ്പയോ അല്ലെ സ്വന്തം അച്ഛനാണല്ലോ എന്നുള്ളൊരു തോന്നലോ ഒന്നും തന്നെ ഇല്ല. അവരന്നേരം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സേസ് ദാറ്റ് ലിയർ മസ്റ്റ് സഫർ ദ കോൺസിക്വൻസസ് ഓഫ് ഹിസ് ഫോളി. അയാളുടേതായ മണ്ടത്തരങ്ങൾ കൊണ്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ട് അയാൾ സഫർ ചെയ്യുന്നത്, അയാളുടെ മണ്ടത്തരം തന്നെയാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെ അകത്തോടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഗോണറിലിൻ്റെ ഒരു കോൾഡ്നെസ് നേച്ചർ, അതായത് അവളുടെ മനസ്സ് അത്രത്തോളം കഠിനമാണെന്ന് നമുക്ക് ഇതിൻ്റെ അകത്തോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല അവരുടെ സ്ട്രെങ്ത് ഓഫ് മൈൻഡ്, അതും നമുക്ക് ഇതിൻ്റെ അകത്തോടെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഗ്ലസ്റ്ററിന് ഈ കെൻറ്റിൻ്റെ അത്രയും സ്ട്രെങ്തോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഈ നമ്മുടെ ഗ്ലസ്റ്റർ കിങ് ലിയറിന് വേണ്ടിയിട്ടൊക്കെ സംസാരിച്ചിട്ട് അതെല്ലാം തന്നെ ഒന്നും നടക്കാതെ പോയ സിറ്റുവേഷനാണ്. അപ്പം ഈ സീൻ്റെ അകത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷേക്സ്പിയർ ഒരു സൈക്കോളജിക്കൽ നേച്ചറാണ് ഇതിൻ്റെ അകത്തൂടെ കാണിച്ചിരിക്കുന്നത് ക്യാരക്ടേഴ്സിൻ്റെ. അതായത് അവരുടെ ക്രൂവൽറ്റി, ബിട്രയൽ, മാഡ്നസ്, അതായത് പെൺമക്കളുടെ ക്രൂവൽറ്റി, അതായത് ചതി. അച്ഛൻ മാഡ്നസിലേക്ക് പോവുകയാണ്. പിന്നെ പറയുന്നത് കെൻറ്റിനെ ട്രീറ്റ് ചെയ്ത ഒരു രീതി റീഗൻ്റെ, അതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒന്നാണ്. കെൻറ്റിനോടുള്ള ആ ഒരു സ്വന്തം ഫാദറിൻ്റെ ഒരു വിശ്വസ്തനാണെന്നൊരു പരിഗണനയും കൊടുക്കാതെ തന്നെ അയാളെ സ്റ്റോക്കിൽ ഇട്ട കാര്യം. റീഗൻ ഓൾറെഡി അച്ഛനോട് ഒരു സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നമുക്ക് ഈ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റീഗൻ ഇൻഡിക്കേറ്റ് ഹെയർ ലാക്ക് ഓഫ് റെസ്പെക്ട് ഫോർ ലിയർ ആസ് കിങ് ആൻഡ് ഫാദർ. ഒരു അച്ഛനെന്ന നിലയിലോ ഒരു കിങ് രാജാവെന്ന നിലയിലോ കൊടുക്കാവുന്ന റെസ്പെക്റ്റ് ഒന്നും തന്നെ മകളായ റീഗനും കൊടുത്തിട്ടില്ല, ഗോണറിൽ ഒട്ടും കൊടുത്തിട്ടില്ല. വെൻ ലിയർ റിയലൈസസ് ഹൗ ബാഡ്ലി റീഗൻ ഈസ് ട്രീറ്റിംഗ് ഹിം, അതായത് ലിയർ തന്നെ വിചാരിച്ച് എത്രത്തോളം വളരെ മോശമായിട്ടാണ് തൻ്റെ മകള് തന്നെ ട്രീറ്റ് ചെയ്ത ഒരു രീതി. ഇതിൻ്റെ അകത്തോട് നമുക്ക് അയാളുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ്, ഇമോഷണൽ ട്രോമ, ഗ്രീഫ്, ഹിസ്റ്റീരിയ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ കിട്ടുന്നുണ്ട്. അതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ സീൻ്റെ അകത്ത്. അതായത് കിങ് ലിയറിന് ഒരു മാഡ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം മക്കളെല്ലാം ഒഴിവാക്കി ദെൻ ഇയാളൊരു ഓപ്പൺ ഹീത്തിൽ, അതായത് കൊടുങ്കാറ്റൊക്കെ വരുന്ന ഒരു ടൈമിൽ തുറന്ന ഭൂമി, അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, തരിശു ഭൂമി എന്ന് പറയും, അങ്ങനെയുള്ളവരടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ ഫൂളുണ്ട്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആക്ട് 3 സീൻ 1 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.